എനിക്ക് തോന്നുന്നില്ല മമ്മൂട്ടിയോ മോഹൻലാലോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അത്. അങ്ങനെ ഓരോരുത്തരും ഓരോ പറയുന്നുണ്ട്. ഇങ്ങനെ മമ്മൂട്ടി മോഹൻലാലും പറഞ്ഞുകൊണ്ടാണ് ഞാൻ നോമിനേഷൻ കൊടുത്തത്, ഞാൻ പിൻവലിക്കുന്നതും അവരോട് ചോദിച്ചിട്ട് വേണമെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരിക്കലും അവർ ചെയ്യില്ല. ഒരിക്കലും അവർ ചെയ്യില്ല. സന്ദ്ര തോമസിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു. ഞാൻ കണ്ടിരുന്നു. ഒരിക്കലും അവർ ചെയ്യില്ല. അവരൊക്കെ അതിനകത്ത് ഒരുപാട് അകലെയാണ്. നമ്മളിൽ നിന്നൊക്കെ ഒരുപാട് ദൂരത്ത് നിൽക്കുന്നവരാണ് അവരൊക്കെ. അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? എന്നെ വളരെ ഇഷ്ടമാണ്, എനിക്ക് ഞാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. പക്ഷേ എനിക്ക് വേണ്ടി അവർ വോട്ട് ചോദിക്കില്ല. ഒരിക്കലും ചോദിക്കില്ല. അത് അംഗങ്ങൾ തീരുമാനിക്കട്ടെ. ലാൽ എന്താ പറഞ്ഞത്? അമ്മയുടെ അംഗങ്ങൾ തീരുമാനിക്കുന്നതാണ് വോട്ട്. അല്ല ഞാനോ അല്ലെങ്കിൽ മമ്മൂക്കി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ആരും വോട്ട് ചെയ്യാൻ പോകരുത്. അതാണ് അവരുടെ നന്മ എന്ന് പറയുന്നത്. അതാണ് അവരുടെ ചങ്കൂറ്റം. കാരണം അവർ നമ്മളിൽ നിന്നും ഒരുപാട് വലിയൊരു സ്ഥാനങ്ങളിലുള്ളവരാണ്. അവർ ഈ ചീപ്പായിട്ട് ഇയാൾക്ക് വേണ്ടി വോട്ട് ചെയ്യും കേട്ടോ എന്ന് പറയാനുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ല അവർക്ക് ഒരുപാട് വലിപ്പമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവാദം ഈ കുക്കു പരമേശ്വരനുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ മെമ്മറി കാർഡ് വെച്ച് ആളുകളുടെ ടെസ്റ്റിമോണിയൽസ് റെക്കോർഡ് ചെയ്തു. അത് അവരുടെ കൈവശമുണ്ട്. ചിലർ പറയുന്നവരുടെ കൈവശമില്ല. ഇത് വന്നാൽ പ്രതിച്ഛായ ബാധിക്കുമെന്ന് പറയപ്പെടുന്ന നടിമാരുണ്ട്. എന്താണ് ഈ മെമ്മറി കാർഡ് ഇഷ്യൂവിൻ്റെ പിന്നിലത്തെ സത്യാവസ്ഥ? എത്രമാത്രം അറിയാം ആ സംഭവത്തെ പറ്റി? അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. ഞാൻ പറഞ്ഞല്ലേ, ഇതിനകത്ത് ഈ മെമ്മറി കാർഡ് എന്താണ്, എങ്ങനെയാണ് വെക്കേണ്ടത്, അതിനകത്തുള്ള പലരും പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു കാര്യം ചെയ്ത് എൻ്റെ മനസ്സിലുള്ള ഇതാണിത്. ഈ സംഗതികളൊക്കെ നമ്മൾ ഈ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരും. ഈ എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാം കൂടി അവർ ഞങ്ങളോട് പറയട്ടെ എന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ പരാതികൾ, നിങ്ങളുടെ ഈ മനസ്സിലുള്ള ദുഃഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓപ്പണായിട്ട് നിങ്ങൾ ഓപ്പണായിട്ട് പറയണ്ട. ഞങ്ങൾ മാത്രം ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറയൂ. അതിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കി തരാം. ഞാൻ ഒരു പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളെ പറ്റി ഒരു സൂചന തന്നത് മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും വിളിക്കും. ഈ പരസ്പരം ഓരോ TV ചാനലിൽ പോയിട്ട് ഇരുന്നിട്ട് സംസാരിക്കാതെ അതുകൊണ്ട് ഒരു നേട്ടങ്ങളില്ലല്ലോ. ഈ ശത്രുത കൂടി വരെയല്ലേ ഉള്ളൂ. ഞാൻ അവരോട് ഇപ്പോൾ എൻ്റെ അടുത്ത് വിളിക്കുന്നവരൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ സൈലൻ്റ് ആവും. നിശബ്ദതയാണ് ഏറ്റവും പവർഫുൾ വെപ്പൺ. ഞാൻ എന്തെങ്കിലും കാര്യങ്ങളുടെ മൗനം നടിച്ചെന്നുണ്ടെങ്കിൽ അതിന് മേലെ ഒരു വെപ്പൺ വേറെ ഇല്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഞാൻ എല്ലാ ആൾക്കാരോടും പറഞ്ഞു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവർ വിളിക്കും തന്നെ. ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നും പ്രതികരിക്കണ്ട. നിങ്ങൾ അടങ്ങുക. ഇലക്ഷൻ കഴിയുന്നത് വരെ. കാരണം നിങ്ങൾ ഓരോന്ന് പറയും തോറും ഇതിനെ ഏറ്റവും കൂടി കരയുന്നത് അമ്മ എന്ന സംഘടനയാണ്. അമ്മയുടെ ആ ഒരു പ്രസ്റ്റീജാണ് നഷ്ടപ്പെടുന്നത്. ഒരിക്കലും അങ്ങനെ പാടില്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഒന്നാണ്. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്നും മിണ്ടണ്ട. ഈ മിണ്ടിയതൊക്കെ മതി. ഇതത് സ്റ്റൈലുണ്ടായി. ഇനി കുറച്ച് ദിവസങ്ങളും മതിയുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ സോൾവ് ചെയ്യാമെന്ന്. കാരണം അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പരാതിയും ഇന്നേ വരെ അമ്മയിൽ ഉണ്ടായിട്ടില്ല. സിൻസിയറായിട്ട് നിഷ്പക്ഷമായിട്ട് നിന്നാൽ ഒരു പ്രസിഡന്റ് നിഷ്പക്ഷമായിട്ട് നിന്ന് കാര്യങ്ങൾ കേൾക്കുകയും അതിന് സൊല്യൂഷൻ ചെയ്തു കഴിഞ്ഞാൽ മാറ്റാവുന്ന പ്രശ്നങ്ങൾ എന്ന് അമ്മയിലുള്ളൂ. ഈ ആളുകൾ പ്രതികരിക്കുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ഉത്തരവാദിത്ത ബോധമുണ്ടല്ലോ, അതിനെപ്പറ്റി സാർ എന്താ വിചാരിക്കുന്നത്? വിനായകൻ നിലവിൽ അമ്മയിൽ അംഗമല്ല. പക്ഷേ വിനായകനെ പോലെ ഒരു നടൻ, യേശുദാസിനെ പോലെ ഒരു കലാകാരനെ അധിക്ഷേപിക്കുക, ചീത്ത വിളിക്കുക, ഇത് കാണുമ്പോൾ ഒരു കലാകാരൻ എന്നുള്ള രീതിയിലുള്ള പ്രതികരണം എന്തായിരിക്കും? അതായത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനും ഒരുപാട് പ്രതികരിക്കുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? അത് കാരണം ഇതൊന്നും നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? വിനായകൻ എന്ന് പറയുമ്പോൾ നല്ലൊരു നടനാണ് എന്നല്ലാതെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കൊന്നും പ്രതികരിക്കേണ്ട കാര്യം നെഗ്ലക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനത്തെ കാര്യം വരുന്നത് നമ്മളെ അത് കുത്തിപ്പൊക്കുമ്പോൾ ഇത് അവർക്ക് ആവശ്യം എന്താണെന്നറിയും. അവർക്ക് ആവശ്യം ഈ മീഡിയ കുത്തിപ്പൊക്കും. മീഡിയ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞതേ, ഈ യേശുദാസിൻ്റെ അടുത്തും അടൂർ ഗോപാലകൃഷ്ണൻ്റെ മുമ്പിലും വിനായകന് നിൽക്കാൻ പറ്റുമോ? അവരൊക്കെ എവിടെ കിടക്കുന്നു? അപ്പോൾ അങ്ങനെ ഒരു വിനായകൻ വന്നിട്ട് എന്തെങ്കിലും ഇവരെപ്പറ്റി പറഞ്ഞാൽ അത് നമ്മൾ പ്രതികരിച്ചാൽ വിനായകൻ വലിയ ആളാവും. അങ്ങനെ നമ്മൾ ആരെയും വലിയ ആളാക്കരുതെന്നുള്ള ഒരു സ്വഭാവക്കാരനെ എൻ്റെ സ്വഭാവം. അത് നെഗ്ലക്റ്റ് ചെയ്യുക. അങ്ങനെ പറഞ്ഞു, ഞാൻ കേട്ടില്ലല്ലോ, അങ്ങനെ പറഞ്ഞ് വിടേണ്ടതാണ്. നെഗ്ലക്റ്റ് ചെയ്യുക. അവഗണിച്ചാലുണ്ടല്ലോ പിന്നെ മിണ്ടില്ലല്ലോ. ഇടയ്ക്കിടയ്ക്കാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊന്നും മിണ്ടിയില്ലെങ്കിലോ
അവർ തന്നെ അത് നിർത്തിപ്പിക്കുള്ളൂ. നല്ല സിനിമകൾ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു കലാകാരനാണ് സാർ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ വെള്ളം പോലൊരു സബ്ജക്റ്റൊക്കെ എടുത്തുകൊണ്ട് സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പം ധനലാഭത്തിൻ്റെ ഒക്കെ അപ്പുറത്തൊരു ഒരു ഫിലിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ക്രിയേറ്റീവ് ഹൈ കൂടി ഉണ്ടല്ലോ. ആ ഒരു മാനസിക സന്തോഷം എന്ന് വേറെ തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ കൂടിയാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നാഷണൽ അവാർഡ്സ് ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലയാളത്തിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമയാണ് ആടുജീവിതം. ആടുജീവിതം അവാർഡിൽ എവിടെയുമില്ല, ഒരു അംശം പോലും നമുക്ക് കാണാനില്ല. അതിൽ മലയാളികൾ മൊത്തത്തിൽ ദുഃഖിതരാണ്, കലാസ്നേഹികൾ മൊത്തം അതിനെ പ്രതിഷേധിക്കുന്നുണ്ട്. ആടുജീവിതം എന്തുകൊണ്ടാണ് നാഷണൽ അവാർഡ്സിൽ പരിഗണിക്കപ്പെടാതിരുന്നതെന്ന് സാർ എന്താണ് അതിനെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്? ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് എന്താണെന്ന് ഈ അവാർഡ് നിശ്ചയിക്കുന്നത് ഒരു 10-12 പേരാണല്ലോ. ഒരു ജൂറി എന്ന് വെച്ചാൽ ഒരു മാക്സിമം ഒരു 10-12 പേര് ആണ് ജൂറി മത്സരം. ഒരു നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ 10-12 പേരാണിത്. അതൊരു യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് അല്ല. അവരുടെ തീരുമാനം അവരിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ആ സമയത്ത് വന്ന അഭിപ്രായം ജനങ്ങൾ വമ്പിച്ച വലിയ രീതിയിൽ സ്വീകരിച്ച ചില പടങ്ങളെ പറ്റി അവാർഡ് കിട്ടാത്ത പോകുന്നതിൻ്റെ മെയിൻ കാരണം ഈ 12 പേരിൽ ആ സമയത്ത് അവർ കാണുമ്പോൾ ഉണ്ടാകുന്ന ചില മാനസികമായ ചില അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള അഭിപ്രായം അങ്ങനെ ആവരുത് എന്നാണ് എൻ്റെ ആവശ്യം. അങ്ങനെ ഒരു 12 പേര് മാത്രം ഒരു സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാൻ പറ്റിയ ആൾക്കാർ ഇന്ന് ഇല്ല നമുക്ക്. അങ്ങനെ ജൂറി സെലക്ഷനൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ജൂറിയിൽ സെലക്ഷൻ മുഴുവനും നമ്മൾ നോക്കുമ്പോൾ അറിയാം അത് ഏതെങ്കിലുമൊക്കെ ഒരു സ്വാധീനത്തിൽ വന്ന. അല്ല സാർ, ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടി എടുത്ത് ചോദിച്ചോട്ടെ. ഇപ്പോൾ അഗ്നിപഥും പെരുന്തച്ഛനും ഇറങ്ങുന്നു. അഗ്നിപഥിലെ പ്രകടനത്തിനാണ് അമിതാഭ് ബച്ചൻ അവാർഡ് കിട്ടുന്നത്. പെരുന്തച്ഛനെ വെച്ച് നോക്കുമ്പോൾ അഗ്നിപഥ് എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് എളുപ്പത്തിൽ വിലയിരുത്താവുന്നതാണ്. ഇവിടെ ആടുജീവിതമുണ്ട്, തട്ടുപൊളിപ്പൻ സിനിമയായ ഷാരൂഖ് ഖാൻ്റെ ജവാനും ഉണ്ട്. ജവാനാണ് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടുന്നത്, ഷാരൂഖ് ഖാന്. എങ്ങനെയാണ് ഷാരൂഖ് ഖാൻ്റെ പ്രകടനത്തിൽ നിന്ന് ആടുജീവിതത്തിലെ പൃഥ്വിരാജിൻ്റെ പ്രകടനം കുറഞ്ഞു പോയതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്. അത് തീർച്ചയായും ഈ പറഞ്ഞ പോലെ ഒരു ഉത്തരേന്ത്യൻ ലോബി സ്വാധീനം ആ ഒരു രീതിയിൽ തന്നെയല്ലേ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. അതായത് ലോബിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഈ ആടുജീവിതം 3 പ്രാവശ്യം കണ്ട ആളാണ്. 3 പ്രാവശ്യം കണ്ടു. അത് കാണാനുള്ള കാരണം അതിൻ്റെ മേക്കിംഗ്, ആ സിനിമ എങ്ങനെയാണ് ബ്ലേസ് ചെയ്തിട്ടുള്ള വണ്ടർഫുൾ മേക്കിംഗ് ഓഫ് ദറ്റ് ഫിലിം. അതുകൊണ്ടൊപ്പം തന്നെയാണ് ഞാൻ പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് എടുത്ത റിസ്ക്. എൻ്റെ FB ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പോസ്റ്റ്. 6 ലക്ഷം പേരാണ് അത് കണ്ടത്. പൃഥ്വിരാജ് എന്ന നടൻ അനുഭവിച്ച ആ വേദന ഉണ്ടല്ലോ, ആ റിസ്ക്. കാരണം ജീവൻ തന്നെ പോകുന്ന തരത്തിലുള്ള ഒരു സംഗതി ഞങ്ങൾ കാണിച്ചത്, മനസ്സിലായില്ലേ? ഞാൻ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 പ്രാവശ്യം പോയത്. ഇയാൾ എടുത്ത ശ്രമം എങ്ങനെയാണ് എത്തുന്നത്. അത് നമ്മളൊരു മലയാളത്തിൽ ഇനി വേറൊരു മനുഷ്യൻ, വേറൊരു നടൻ, അതും ഒരു സൂപ്പർ സ്റ്റാറായ പൃഥ്വിരാജിന് അതിൻ്റെ ആവശ്യമില്ല. ഇതേപോലെ കംപ്ലീറ്റ് ഇതില്ലാതെ, ആഹാരമില്ലാതെ, വെള്ളം കുടിക്കാതെ അദ്ദേഹം ചെയ്ത ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ. ആ റോളിന് വേണ്ടിയിട്ട്, ആ ക്യാരക്ടറിന് വേണ്ടി അദ്ദേഹം അനുഭവിച്ച വേദനകൾ, റിസ്ക്, ഡെഫിനറ്റ്ലി അതാണ് ജൂറി കൺസിഡർ ചെയ്യേണ്ടത്.